കുടിയേറ്റക്കാരില്ലാതെ ബ്രിട്ടന് മുൻപോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ കുടിയേറ്റത്തിന് നിയന്ത്രണമില്ലെങ്കിൽ ജനരോക്ഷം ശക്തമാവുകയും ചെയ്യും. അതിനുള്ള ഏക വഴി നെറ്റ് ഇമിഗ്രേഷൻ നിയന്ത്രിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഷോർട്ടേജ് ഉള്ള മേഖലകളിലും ആളില്ലാതെയാകും. ഇതിനെ എങ്ങനെ മറികടക്കണം എന്നതറിയാതെ വിഷമിക്കുകയാണ് ഇപ്പോൾ ബ്രിട്ടീഷ് ബ്യൂറോക്രസി. കോവിഡിന് ശേഷമുള്ള പ്രതിസന്ധി മറികടക്കാൻ ഇളവ് അനുവദിച്ചതോടെ ലക്ഷങ്ങളാണ് കെയറർ വിസയിൽ കയറി വന്നത്. സ്റ്റുഡന്റ് വിസയിലെത്തി കെയറർ വിസയിലേക്ക് മാറി രക്ഷപ്പെട്ടതും ആയിരങ്ങളാണ്. എന്നാൽ അവരിൽ പലരും ഇപ്പോൾ പണി കിട്ടിത്തുടങ്ങി എന്ന അവസ്ഥയിലാണ്. കാരണം വിസ പുതുക്കാൻ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അതിനിടയിലാണ് ആളെ എടുക്കേണ്ട മേഖലകളിൽ പോലും നിയന്ത്രണം വിനയാകുന്നത്. കുടിയേറ്റ നിയമങ്ങൾ അടിമുടി പൊളിച്ചെഴുതി പ്രശ്നപരിഹാരത്തിനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ സർക്കാരും. ഇതിന് ഫലപ്രദമായ ഒരു പരിഹാരവുമായി മുൻപോട്ട് വരാൻ സർക്കാർ കാലതാമസം വരുത്തുന്നതിനിടയിലാണ് ബ്രിട്ടൻ നൽകിയ വിസകളിൽ 1/3 നൽകിയിരിക്കുന്നത് ഉയർന്ന നൈപുണ്യങ്ങളുള്ള വിദേശ തൊഴിലാളികൾക്കാണ് എന്ന വിവരം പുറത്തുവരുന്നത്. ബ്രിട്ടന്റെ സാമ്പത്തിക വളർച്ചയെ സഹായിക്കും എന്നതിനാലാണിത്. 2024 അവസാനം വരെയുള്ള 4 വർഷ കാലയളവിൽ 5,60,000 വിസകളിൽ 1,81,000 താഴെ വിസകൾ മാത്രമാണ് അതീവ പ്രാധാന്യമുള്ള മേഖലകൾക്കായി നൽകിയിരിക്കുന്നത് എന്ന് ഹോം ഓഫീസ് രേഖകൾ കാണിക്കുന്നു. അതായത് സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിൽ സുപ്രധാനമെന്ന് സർക്കാർ വിലയിരുത്തിയ 8 മേഖലകളിലെ പ്രൊഫഷണലുകൾക്ക് ലഭിച്ചിരിക്കുന്നത് 32% താഴെ വിസ മാത്രമാണെന്ന് ഈ രംഗത്തുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നു. തിങ്കളാഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് 2030 ആകുമ്പോഴേക്കും ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ട 1,33,000 ഒഴിവുകൾ ഉണ്ടാകുമെങ്കിലും അതുമായി ബന്ധപ്പെട്ട നൈപുണ്യമുള്ളവർക്ക് കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടെ നൽകിയത് 16,000 വിസകൾ മാത്രമാണെന്നാണ്. സമാനമായ രീതിയിൽ ഫിനാൻഷ്യൽ സർവീസസ്, ഡിഫൻസ്, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ്, ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ്, ഡിജിറ്റൽ ആൻഡ് ടെക്നോളജി മേഖല, ക്ലീൻ എനർജി മേഖല എന്നിവയിലും കടുത്ത രീതിയിൽ സ്കിൽഡ് വർക്കർമാരുടെ ക്ഷാമം നേരിടുന്നുണ്ടെന്ന് ഡേറ്റകൾ പറയുന്നു. ഇതോടെ ബ്രിട്ടന്റെ വിസ സിസ്റ്റം കാര്യപ്രാപ്തിയില്ലാത്തതും ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ കഴിവില്ലാത്തതുമാണെന്ന ആരോപണം ഉയരുകയാണ്. മാത്രമല്ല, കൂടുതൽ ഹൈലി സ്കിൽഡ് വർക്കർമാരെ ബ്രിട്ടനിലെത്തിക്കാൻ വിസ സിസ്റ്റം അടിമുടി പരിഷ്കരിക്കണമെന്ന ആവശ്യവും ഇതിനോടൊപ്പം തന്നെ ശക്തമാകുന്നുണ്ട്. നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിനുള്ള സർ കീർ സ്റ്റാർമറുടെ പദ്ധതികൾ ഈസ്റ്ററിനു ശേഷം മാത്രമേ പുറത്തുവിടുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെ പുതിയ ടാരിഫിൽ കടുത്ത സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യവസായ മേഖലയെ എങ്ങനെ തൃപ്തിപ്പെടുത്തും എന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാണ് ഇത് വൈകുന്നത്. ഇമിഗ്രേഷൻ നിരക്ക് കുറയ്ക്കുന്നതിനായി നിയമങ്ങൾ കർശനമാക്കുമെന്ന് നവംബറിൽ പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. 2024 ജൂണിൽ അവസാനിച്ച ഒരു വർഷത്തിൽ നെറ്റ് ഇമിഗ്രേഷൻ 7,28,000 കുറഞ്ഞിരുന്നു. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപായി ഇത് ഇനിയും വലിയ തോതിൽ കുറയ്ക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത്.